കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കൊല്ലത്ത് നിന്ന് രാജ്കുമാർ നമ്മളോട് ചില കാര്യങ്ങൾ സംസാരിച്ചിരുന്നു. നമ്മുടെ ഗുഡ് മോർണിംഗ് കേരളം കാണുന്ന പ്രേക്ഷകർക്കറിയാം, ഈ ശാസ്താംകോട്ട ശുദ്ധജല തടാകത്തിന് ചുറ്റും അക്കേഷ്യ കാടുകൾ ഉണ്ടായിരുന്നു. ഈ അക്കേഷ്യ കാടുകൾ ഈ തടാകത്തിലെ ജലം വലിച്ചെടുക്കുന്ന വലിയ ആശങ്ക നമ്മുടെ മുൻപിലുണ്ടായിരുന്നു. ജലലഭ്യത കുറയുന്നതിൻ്റെ ഒരു ആശങ്കയുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് രാജ്കുമാർ വിശദമായൊരു വാർത്ത നൽകി. ആ വാർത്ത ഇപ്പോൾ ഫലം കാണുകയാണ്. അതായത് കൈരളി ന്യൂസ് ഇമ്പാക്ട്. ശാസ്താംകോട്ട തടാകക്കരയിലെ അക്കേഷ്യ കാടുകൾ ജനകീയ കൂട്ടായ്മയിൽ നീക്കി തുടങ്ങി. ലക്ഷക്കണക്കിന് അക്കേഷ്യ മരങ്ങൾ ജലമൂറ്റി തടാകത്തെ മരണത്തിലേക്ക് തള്ളിവിടുന്നു എന്ന കൈരളി ന്യൂസ് റിപ്പോർട്ടിനെ തുടർന്നാണ് നമ്മുടെ കായൽ കൂട്ടായ്മയുടെയും വനം വകുപ്പിന്റെയും സഹകരണത്തോടെ ആദ്യഘട്ടത്തിൽ അക്കേഷ്യ തൈകൾ നീക്കം ചെയ്യുന്നത്. റാംസാർ സൈറ്റിൽപ്പെട്ട ലോകപ്രശസ്ത ശുദ്ധജല തടാകം, പ്രകൃതി സ്നേഹികളുടെ സ്വന്തം തടാകം. അങ്ങനെ കൊല്ലത്തിൻ്റെ പേരുകേട്ട ദാഹജലത്തെ നശിപ്പിക്കുന്ന വൈദേശിക മരമായ അക്കേഷ്യയിൽ നിന്ന് തടാകത്തെ മോചിപ്പിക്കണമെന്ന കൈരളി ന്യൂസ് റിപ്പോർട്ടിനെ തുടർന്ന് പ്രതികരണശേഷിയുള്ള നാട്ടുകാർ ദൗത്യം ഏറ്റെടുത്തു. നമ്മുടെ കായൽ കൂട്ടായ്മ യോഗം ചേർന്ന് നാടിൻ്റെ പിന്തുണ അഭ്യർത്ഥിച്ചു. തടാകക്കരയിലെ അക്കേഷ്യക്കാട് നീക്കം ചെയ്യാൻ വനം വകുപ്പിനെയും സമീപിച്ചു. ശാസ്താംകോട്ട ദേവസ്വം കോളേജിലെ NCC കേഡറ്റുകൾ അക്കേഷ്യ നശീകരണത്തിന് ഒപ്പം കൂടി. ചെറുതൈകൾ പിഴുതെടുത്തു. കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PK ഗോപൻ തുടക്കമിട്ടു. കൈരളിയുടെ ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായി അക്കേഷ്യ നീക്കം ചെയ്യാൻ പല സംഘടനകളും മുന്നോട്ട് വരണം എന്നുള്ളൊരാശയം വന്നു. അങ്ങനെയാണ് ഇപ്പം നമ്മൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും അതുപോലെ നമ്മുടെ കായൽ കൂട്ടായ്മ എന്ന ശാസ്താംകോട്ട തടാക തീരത്തെ ഒരു പ്രധാനപ്പെട്ട സംഘടനയും കൂടി ചേർന്നുകൊണ്ട് ഈ അക്കേഷ്യയുടെ വേരുകളടക്കം നീക്കം ചെയ്യുന്നതിനുള്ള ഒരു ക്യാമ്പയിൻ ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. അത് ജനങ്ങളാകെ അതിൽ പങ്കെടുത്തുകൊണ്ട്, എനിക്ക് തോന്നുന്നത് സമീപ പ്രദേശത്തെ സ്കൂളുകൾ, കോളേജുകളെല്ലാം ഓരോ ദിവസം സമയം കുട്ടികൾക്ക് കൊടുത്ത്, അവിടെ SPC ഉണ്ട്, NCC ഉണ്ട്, മറ്റൊരുപാട് സംവിധാനങ്ങളുണ്ട്. അവരെല്ലാം കൂടി ഓരോ ഡിവിഷൻ അല്ലെങ്കിൽ ഓരോ സ്കൂൾ ഓരോ ദിവസം എടുത്ത് കഴിയുന്നത്ര അക്കേഷ്യ മരങ്ങൾ വേരോടെ നീക്കം ചെയ്യാനുള്ള ഒരു ക്യാമ്പയിൻ നടത്തേണ്ടതായിട്ടുണ്ട്. ശാസ്താംകോട്ട ശുദ്ധജല തടാക തീരത്ത് അക്കേഷ്യ മരങ്ങൾ ലക്ഷക്കണക്കിന് വ്യാപകമായി കിളിച്ച് വലിയ മരങ്ങളുമായി നിൽക്കുകയാണ്. കഴിഞ്ഞ മാസമാണ് കൈരളിയിൽ ഇത്തരത്തിൽ ശാസ്താംകോട്ട തടാകത്തിന് ചുറ്റും വലിയ അക്കേഷ്യ കാടുകൾ വളർന്നു വരുന്നതായുള്ള ഒരു റിപ്പോർട്ട് കണ്ടത്. അങ്ങനെയാണ് നമ്മുടെ കായൽ കൂട്ടായ്മ കമ്മിറ്റി കൂടിയപ്പോൾ ആ വാർത്തയിൽ അധിഷ്ഠിതമാക്കിയാണ് ഞങ്ങൾ ഈ തടാക തീരത്തെ വളർന്നു വരുന്ന അക്കേഷ്യ തൈകൾ പിഴുതു മാറ്റുന്നതിനുള്ള ഒരു ശ്രമം തുടങ്ങാം എന്ന് തീരുമാനിച്ചത്. പൊതുപ്രവർത്തകൻ ശാസ്താംകോട്ട ദിലീപും NCCയും നാട്ടുകാരും ആയിരക്കണക്കിന് തൈകൾ ആദ്യ ദിനം തന്നെ പിഴുതെടുത്തു. ശാസ്താംകോട്ട കായൽ തീരം ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ സസ്യങ്ങൾ കൊണ്ട് നിബിഡമായ പൂക്കളുമായിട്ട് നിറഞ്ഞതായിരുന്നു. അക്കേഷ്യ എന്ന് പറയുന്ന മനുഷ്യരാശിക്ക് വളരെയേറെ ഭീഷണി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഈ മരങ്ങൾ, കുറച്ച് തൈകൾ ഈ ശാസ്താംകോട്ടയും പരിസരത്തും വരികയും ലക്ഷക്കണക്കിന് തൈകളാണ് ഇപ്പോൾ കിളിർത്ത് വന്ന് നിൽക്കുന്നത്. ഇത് ഉടനടി ഇവിടെ നിന്ന് മാറ്റിയില്ലെങ്കിൽ ഈ കായലിൻ്റെ ഈ ജലസമ്പത്ത് ചുരുങ്ങിയ വർഷം കൊണ്ട് തന്നെ ഇതില്ലാതായി കായലൊരു മരുഭൂമിയാവും എന്നൊരവസ്ഥയിലേക്ക് പോകും. കായൽ കൂട്ടായ്മയും നേതൃത്വത്തിൽ അപ്പോൾ NCC കേഡറ്റ്സ് ഈ അക്കേഷ്യ മരങ്ങൾ, ഈ കായലിൻ്റെ തീരത്തുള്ള അക്കേഷ്യ മരങ്ങളെല്ലാം പറിക്കുക എന്നുള്ള ഡ്യൂട്ടിയാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഞങ്ങൾ 1000-ലേറെ തൈകൾ അവരുടെ കൂടെ ഇന്ന് ഞങ്ങൾ 1000-ലേറെ തൈകൾ ഞങ്ങൾ പറിക്കുകയുണ്ടായി. ഈ കായൽ നശിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ഈ അക്കേഷ്യ മരങ്ങളെല്ലാം മുറിച്ചു മാറ്റുകയാണ്. അക്കേഷ്യക്കാട് നശിപ്പിക്കാൻ വിവിധ തദ്ദേശ സ്ഥാപനങ്ങൾ, സർക്കാർ വകുപ്പുകൾ, യുവജന സന്നദ്ധ സംഘടനകളുടെ സഹായവും നമ്മുടെ കായൽ കൂട്ടായ്മ തേടിയിട്ടുണ്ട്. ഭൂമിക്കൊരു ചരമഗീതമായിരുന്നു ഈ പറയുന്ന അക്കേഷ്യ മരം അല്ലെങ്കിൽ അതിൻ്റെ കാടുകൾ. ഇപ്പോൾ ശാസ്താംകോട്ട തടാകത്ത് നിന്ന് നമ്മുടെ കായൽ കൂട്ടായ്മയും NCCയും നാട്ടുകാരും ജില്ലാ പഞ്ചായത്തും അങ്ങനെ ഈ ശാസ്താംകോട്ടയിലെ മുഴുവനും മനുഷ്യർ ചേർന്ന് കൊല്ലം ജില്ലയ്ക്ക് ആകെ ശുദ്ധജല തടാകം, ശുദ്ധജലം നൽകുന്ന ഈ തടാകത്തെ സംരക്ഷിക്കുന്ന വലിയൊരു പോരാട്ടത്തിലാണ്. അതിൻ്റെ ഒരു ആർമിയാണ് നമ്മുടെ ഈ പുറകിൽ കാണുന്നത്. ക്യാമറമാൻ അയ്യപ്പദേവനൊപ്പം രാജ്കുമാർ.